ഹലോ എവറി വൺ. ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഒരു മൗലൂദ് എല്ലാ വർഷവും നടക്കുന്നൊരു മൗലൂദായിരുന്നു. അതിന് വേണ്ടി പോവുകയാണ്. അത് അജ്മീറുൽ ഹുറൂസ് നസീഹത്ത് റിഫായി റാത്തീബ് എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കണ്ടു. ഇങ്ങനെ ഒരു മൗലൂദ് ഉണ്ടാവുകൊണ്ട് നമുക്ക് എല്ലാ ആൾക്കാരും കാണാൻ പറ്റും. അവിടെ ഒരു ചെറിയ പള്ളിയൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ അവിടെ ഒരു പന്തലിടാൻ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നീടൊക്കെ പോകുമ്പോൾ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മൗലൂദിന് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് മൗലൂദിൻ്റെ അവിടെ എത്തിട്ടോ. ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്. ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കാണുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ പരിപാടി നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. قرآن ربي لنا النبراس نتباعه نورا شفاء هدى خيرا وتبيانا الله 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 ارحم عبد القادر جيلاني يا سلطان الأولين يا سلطان الآخرين يا سيدي عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا سلطان الظاهرين يا سلطان الباطنين يا سيدي يا مخدوم عبد القادر جيلاني الله 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 يا مولاي الله 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 ارحم عبد القادر جيلاني يا وكيل الرحمن يا خليفة المتين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني ഈ മൗലൂദും അന്നദാനൊക്കെ എൻ്റെ വല്യപ്പാൻ്റെ കാലം തൊട്ടേ ഉണ്ട് കേട്ടോ. എൻ്റെ വല്യപ്പ മരണപ്പെടുന്നത് ഞാൻ ജനിക്കുന്നതിൻ്റെ മുമ്പാട്ടോ. എൻ്റെ താത്ത ഉണ്ടാകുന്ന ടൈമിലാണ് എൻ്റെ വല്യപ്പ മരണപ്പെടുന്നത്. അവിടെ നിന്ന് കേട്ട് എൻ്റെ അമ്മ ഇത് കൊണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മദ്രസിൽ നിന്ന് കുട്ടികളൊക്കെ വന്ന് രാവിലെ ഞങ്ങൾ അങ്ങനെ ആ പരിപാടിക്ക് ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകുന്നു കേട്ടോ. പിന്നെ രാവിലെ കുട്ടികൾ മദ്രസിൽ നിന്ന് 2 മദ്രസ ഉണ്ട് അവിടെ. അവർ 2 മദ്രസിൽ നിന്ന് വന്ന് അവർക്ക് ആദ്യം ഫുഡ് കൊടുക്കും. കാരണം അവിടെ രാവിലെ മൗലൂദും പിന്നെ ഭക്ഷണ വിതരണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 2 മദ്രസിൽ നിന്ന് കുട്ടികൾ വന്നിട്ട് അവിടെ നിന്ന് വാങ്ങും. പക്ഷേ ആ കുട്ടികൾ വരുമ്പോൾ ഞാൻ അവിടെ എത്തിയില്ല. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ പെൺകുട്ടികൾ വന്നൊക്കെ വീഡിയോ എടുത്തിട്ടോ. പിന്നെ അവർ ചോറ് വാങ്ങിപ്പോകും. കാരണം അവർക്ക് ഉള്ളതുകൊണ്ടേ. അപ്പോൾ അവർ നേരത്തെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവർ പറഞ്ഞേക്കട്ടോ. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാം, ചെറുപ്പത്തിൽ ഇവരന്മാരും ഞങ്ങളും ഇതിൻ്റെ അടിയിൽ കയറും. പക്ഷേ ഞങ്ങൾക്ക് തരുമൊക്കെ ചെയ്യും കേട്ടോ. അവർ ഞങ്ങൾ ആൾക്കാരാണെങ്കിലും ഞങ്ങൾ കുട്ടികളല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് തരുമൊക്കെ ചെയ്യുന്നു. പക്ഷേ അതൊക്കെ ഒരു കാലം അതൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് മൗലൂദൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന ആൾക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് ആൾക്കാരൊക്കെ ചോറൊക്കെ വാങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ചോറ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുട്ടികളിങ്ങനെ ചെന്ന് വാങ്ങുമ്പോണ്ടല്ലോ, ഞങ്ങളത് കസിൻസിൻ്റെ കുട്ടികളും അങ്ങനെ എല്ലാവരും പോയി വാങ്ങുമ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞ് അതൊക്കെ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയില്ലായിരുന്നു. അന്നൊക്കെ എന്നാൽ അറിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ട് അറുത്തിട്ട് അത് കൊണ്ടുവരുന്നു. ആ അറിവൊക്കെ കാണാൻ ഇത്രങ്ങാനും ആൾക്കാരൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ വലിയ ആളുകൾക്ക് ഇതേമാതിരി മൗലൂദ് പാരായണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കൊടുക്കും കേട്ടോ. ഫുഡ് കൊടുത്തിട്ട് അവർ അന്നത്തെ ദിവസത്തിന് അവർക്കുള്ള ഫുഡ് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഞാനും അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് ഇതേമാതിരി ഫുഡ് കൊടുക്കട്ടെ. സ്ത്രീകൾ ഇപ്പുറത്ത് കൂടെ വരി പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൽ കൂടെ പോയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകുന്നു കേട്ടോ. ഇത് മുഴുവൻ ഞങ്ങൾക്കല്ല കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്കൊക്കെ കൊടുത്ത് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.